ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീണ ടോക്കീസ്. ഇന്ന് ഞങ്ങളൊരു സൂപ്പർ പീസ്ഫുൾ പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ഹോങ്കോങ്ങിലെ ഫേമസ് ആയ ശ്രീ ബുദ്ധ ടെമ്പിൾ, അല്ലെങ്കിൽ ടിൻ ടാൻ ബുദ്ധ എന്ന് പറയുന്ന ബിഗ് ബുദ്ധ. ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഇത്രയേറെ കാംനെസ് ആൻഡ് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാം. പർവ്വതത്തിൻ്റെ മുകളിൽ ഗ്രീനറിക്കിടയിൽ കിടക്കുന്ന ഒരു വലിയ ബിഗ് ബുദ്ധ സ്റ്റാച്ചു ഏകദേശം 34 മീറ്റർ ഹൈറ്റുള്ളതാണ്. ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. കേബിൾ കാർ ത്രൂ ആണ് നമ്മളിവിടെ വന്നത്. അതുതന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോങ്കോങ്ങിൻ്റെ മുഴുവൻ ബ്യൂട്ടിയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ടെമ്പിളിലെത്തുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു വലിയ സ്റ്റെപ്സാണ്. അറൗണ്ട് 260 സ്റ്റെപ്സ് നമ്മൾ ക്ലൈംബ് ചെയ്യേണ്ടി വരും. അറൗണ്ട് ബുദ്ധ സ്റ്റാച്ചു നമുക്ക് കുറേ ചെറിയ ചെറിയ ടെമ്പിൾസ് കാണാൻ പറ്റും. അവിടെയൊക്കെ സ്റ്റിക്സ് കത്തിച്ച് ആളുകൾ പ്രാർത്ഥിക്കുന്നതും കാണാം. അതൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരെ വന്നിട്ട് ബുദ്ധൻ ആരാണെന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ സിദ്ധാർത്ഥ ഗൗതമൻ എന്ന രാജകുമാരനായി അദ്ദേഹം ജനിച്ചു. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ പുറത്തേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ യാത്രയുടെ ഇടയിൽ അദ്ദേഹം ഒരു വൃദ്ധനായ ഒരാളെയും രോഗിയായ ഒരാളെയും മരിച്ച ഒരാളെയും കണ്ടെത്തി. അതിനുശേഷം ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് ഉള്ള പരിഹാരങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒടുവിൽ ബോധ്ഗ എന്ന സ്ഥലത്ത് അദ്ദേഹം ധ്യാനത്തിനിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം എൻലൈറ്റൻഡ് ആയി എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം അഷ്ടാംഗമാർഗം എന്ന 8 വഴികൾ രൂപീകരിച്ചു. അത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീ ബുദ്ധയിൽ വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്.